ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 1060 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത 1 തെസ്സലോനിക്കർ 5 അധ്യായം 11 തിരുവചനമാണ്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ പലതാകാം. ചിലപ്പോൾ രോഗങ്ങളാകാം, ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാകാം, ചിലപ്പോൾ ദുശീലങ്ങൾ കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലാകുന്നതാകാം. ചിലർക്കാണെങ്കിൽ മക്കളെക്കുറിച്ചുള്ളതായ അസ്വസ്ഥതകളാണ്. ഒരാളുടെ പ്രോത്സാഹനം, ഒരു സ്നേഹവാക്ക്, കരുതലിന്റെ ഒരു നോട്ടം, ഇത് മറ്റൊരാളുടെ ജീവിതത്തെ മാറ്റിമറിച്ചേക്കാം. വചനം പറയുന്നതും പരസ്പരം ആശ്വസിപ്പിക്കുവാനാണ്. വിശ്വാസ ജീവിതയാത്ര തനിച്ചുള്ള ഒരു യാത്രയല്ല, ഒരുമയുടെയും കൂട്ടായ്മയുടെയും യാത്രയാണ്. പ്രിയമുള്ളവരെ, ഒരു വനത്തിൽ ഒരിക്കൽ ഒരു തീപിടുത്തമുണ്ടായി. ഒരു ചെറുപക്ഷി തന്റെ കുഞ്ഞു ചിറകുകളിൽ വെള്ളം കൊണ്ടുവന്ന് തീയണയ്ക്കാൻ പരിശ്രമിച്ചു. ഇത് കണ്ട് മറ്റു മൃഗങ്ങളൊക്കെയും ഈ കുഞ്ഞു പക്ഷിയെ നോക്കി കളിയാക്കി ചിരിച്ചു. ആ ചെറുപക്ഷി പറഞ്ഞു, ഞാൻ എന്റെ ഉത്തരവാദിത്തം ചെയ്തു, നിങ്ങൾ നിങ്ങളുടേത് ചെയ്തുകൊള്ളൂ. ഈ പ്രോത്സാഹനം അത് ചെറുതാണെങ്കിലും വലിയ ഒരു മാറ്റത്തിനാണ് കാരണമായി തീർന്നത്. ഗലാത്യർ 6 അധ്യായം 2 തിരുവചനം പറയുന്നു, തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുവിൻ. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ ഭാരങ്ങൾ നമ്മുടേതായി കണ്ട് എന്തെങ്കിലും ചെയ്യുവാനായാൽ നമ്മുടെ ജീവിതത്തിലും ദൈവം കരുണ ചെയ്യും. നമ്മുടെ ഭാരങ്ങൾ അവൻ ഏറ്റെടുക്കും. നമുക്ക് അന്യോന്യം പ്രബോധിപ്പിക്കുന്നവരായി മാറാം. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആശ്വാസം വിതയ്ക്കുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.